ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ടൊമാറ്റോ ചട്നി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവ് ആവശ്യമുള്ളവർ കുറച്ച് ക്വാണ്ടിറ്റി മുളക് യൂസ് ചെയ്യുക. ഒരു സവാളയുടെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളകും സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരുപാട് മൂത്ത് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.